സാഗരേട്ടനായിരിക്കും. നേരത്തെ വന്നതാവും. നിങ്ങളായിരുന്നോ? ഞാൻ കരുതി സാഗരേട്ടനാണെന്ന്. ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമായതുകൊണ്ടേ നേരത്തെ വരാന്ന് പറഞ്ഞതാ. എന്താ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നത്? ഒരു ചെറിയ പ്രശ്നമുണ്ട് മഞ്ജു. എന്തു പറ്റി? അത് പിന്നെ എന്താ? അല്ല, സാഗരേട്ടന്റെ ചുറ്റും ശത്രുക്കളുണ്ട്. ആ മേഘൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞു നടക്കുക എന്റെ ഏട്ടന്. എന്തെങ്കിലും അപകടം പറ്റിയോ? മഞ്ജു കരുതുന്നത് പോലുള്ള അപകടമൊന്നും പറ്റിയിട്ടില്ല. പിന്നെ സാഗറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിന്? അത് പിന്നെ തോമസ് സാറിന്റെ കാറിൽ നിന്ന് കുറച്ച് കഞ്ചാവ് കണ്ടെടുത്തു. അതിപ്പോ സാഗർ അതിനകത്ത് വെച്ചെന്നൊക്കെയാ പറയുന്നത്. ഒരിക്കലും ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല. സാഗരേട്ടൻ അങ്ങനെ ചെയ്യില്ല. അത് ഞങ്ങൾക്കും അറിയാം മഞ്ജു. പക്ഷേ ഇവിടെ പോലീസ് തോമസ് സാറിന്റെ കാറിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തു എന്നുള്ള കാര്യം സത്യമാ. അപ്പൊ പിന്നെ സാഗർ നിരപരാധിയാണെന്ന് നമുക്ക് വാദിക്കാൻ പറ്റുമോ? ഇതിന് പിന്നില് മേഘനായിരിക്കും. അവനെ തന്നെയാ ഞങ്ങളുടെയും സംശയം. അവനവന്റെ അച്ഛനെയും കൊണ്ട് കുറച്ചു ദിവസം അവിടെ ഉണ്ടായിരുന്നല്ലോ. അന്ന് അവൻ സാഗരേട്ടനെ തല്ലാൻ പിടിച്ചതാ. ആ, അതിന് ഞാനും സാക്ഷിയായിരുന്നല്ലോ. അന്ന് ഞാനല്ലേ അവനെ പിടിച്ചു മാറ്റിയത്. എന്തായാലും പെങ്ങള് വിഷമിക്കണ്ട. മേഘനാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചെങ്കിൽ നമുക്ക് അവനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാം. ഇനിയിപ്പോ സാഗരേട്ടന് ജാമ്യം കിട്ടുമോ? അതിന് വേണ്ട വഴികളൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. അതെ, ഈ മാസത്തെ ശമ്പളം ഐശ്വര്യമായിട്ട് അവന്റെ കയ്യിൽ കൊടുക്കാനിരുന്നതാ. പക്ഷെ അതിനു മുമ്പാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അത് ഞങ്ങളുടെ കയ്യിൽ തന്നുവിട്ടിരിക്കുക മഞ്ജുവിന് തരാൻ.